ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. അപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ 12 വർഷങ്ങളുടെ കാത്തിരിപ്പ് അവസാനിപ്പിച്ചിരിക്കുകയാണ് ടീം ഇന്ത്യ. 2013 അവസാനം MS ധോണിയുടെ ക്യാപ്റ്റൻസിയിൽ ചാമ്പ്യൻസ് ട്രോഫി നേടിയ ടീം ഇന്ത്യ ഇപ്പോഴത്തെ 12 വർഷങ്ങൾക്കിപ്പുറം 2025 ചാമ്പ്യൻസ് ട്രോഫിയിൽ രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ അങ്ങനെ കപ്പടിച്ചിരിക്കുകയാണ്. ചാമ്പ്യൻസ് ട്രോഫിയിൽ വീണ്ടും കപ്പുയർത്തി ടീം ഇന്ത്യ. കലാശപ്പോരാട്ടത്തിൽ ന്യൂസിലാൻഡിനെതിരെ അവസാന ഓവർ ബാക്കി നിൽക്കുകയാണ് ടീം ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി കലാശപ്പോരാട്ടത്തിലെ തകർപ്പൻ വിജയം. ദുബായിൽ നടന്ന പോരാട്ടത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലാൻഡ് ടോസ് നേടി ബാറ്റിംഗ് ഇറങ്ങിയ ന്യൂസിലാൻഡ് നിശ്ചിത ഓവറിൽ 251 റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ ഒരു ഓവർ ശേഷിക്ക് തന്നെ ടീം ഇന്ത്യ വിജയ ലക്ഷ്യത്തിലേക്ക് എത്തുകയായിരുന്നു. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെയും തുടക്കത്തിൽ വളരെ മികച്ച ബാറ്റിംഗ് പ്രകടനം നമ്മൾ കാണുകയാണ്. ഈ ഒരു ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇതുവരെയും ഫോം ആവാത്ത അല്ലെങ്കിൽ ഫോം ഔട്ടിൻ്റെ പേരിൽ വിമർശനങ്ങൾ ഉയർത്തപ്പെട്ട ഇന്ത്യൻ ക്യാപ്റ്റൻ കലാശപ്പോരാട്ടത്തിൽ നിർണായക സമയത്ത് ടീം ഇന്ത്യയുടെ രക്ഷകനായി മാറിയിട്ടുണ്ടായിരുന്നു. ടോസ് നേടി ബാറ്റിംഗ് ഇറങ്ങിയ ന്യൂസിലാൻഡിൻ്റെ തുടക്കം അത്ര മികച്ചതായിരുന്നില്ല. ടൂർണമെൻറ്റിൽ വളരെ മികച്ച രീതിയിൽ ബാറ്റ് വീശിയ ന്യൂസിലാൻഡ് ബാറ്റർമാർ പക്ഷേ ഫൈനൽ പോരാട്ടത്തിൽ കളിമറന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. വില്യംഗ് 15 റൺസിനും രജിൻ രവീന്ദ്ര 37 റൺസും എടുത്തിട്ടുണ്ടായിരുന്നു. കെയ്ൻ വില്യംസൺ 11ഉം ടോം ലാഥം 14 റൺസിനും പുറത്തായപ്പോൾ ഡാരൽ മിച്ചറാണ് 101 പന്തിൽ 63 റൺസ് എടുത്ത് കിവീസിൻ്റെ ടോപ്പ് സ്കോററായി മാറിയത്. ഗ്ലെൻ ഫിലിപ്സ് 34, അതോടൊപ്പം തന്നെ മൈക്കിൾ ബ്രേസ്വെല്ലും അർദ്ധ സെഞ്ചുറി നേടിയിട്ടുണ്ട്. 40 പന്തിൽ 53 റൺസ് എടുത്താണ് ബ്രേസ്വെൽ പുറത്താവാതെ നിൽപ്പുണ്ടായിരുന്നു. ക്യാപ്റ്റൻ മിച്ചൽ സാൻഡർ 8 റൺസ് എടുത്ത് നിൽക്കെ വിരാട് കോഹ്ലിയുടെ ഒരു തകർപ്പൻ റണ്ണൌട്ടിൽ അദ്ദേഹം പുറത്തായിട്ടുണ്ടായിരുന്നു. ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയുടെ 2 സ്പിൻ മാന്ത്രികർ കുൽദീപ് യാദവും അതോടൊപ്പം തന്നെ വരുൺ ചക്രവർത്തിയുടെ നിർണായകമായ പ്രകടനം ഇന്ന് ദുബായിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇരു താരങ്ങളും 2 വിക്കറ്റ് വീതം നേടിയപ്പോൾ മുഹമ്മദ് ഷമിയും രവീന്ദ്ര ജഡേജയും ഓരോ വിക്കറ്റ് വീതം പങ്കിട്ടിട്ടുണ്ട്. മറുപടി ബാറ്റിങ്ങിൽ ഇന്ത്യയുടെ തുടക്കം വളരെ മികച്ചതായിരുന്നു. കാരണം ഈ ഒരു ടൂർണമെൻറ്റിൽ നമുക്കറിയാം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വലിയ ഇന്നിങ്സുകൾ കളിക്കാത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ കലാശപ്പോരാട്ടത്തിൽ ശുഭ്മാൻ ഗില്ലിനൊപ്പം ഓപ്പണിങ്ങിൽ സെഞ്ചുറി പാർട്ട്ണർഷിപ്പ് സ്വന്തമാക്കാൻ ഹിറ്റ്മാന് സാധിച്ചിട്ടുണ്ട്. 83 പന്തുകൾ നേരിട്ട താരം 7 4ഉം 3 6ഉം ഉൾപ്പെടെ 76 റൺസ് എടുത്താണ് പുറത്തായത്. ശുഭ്മാൻ ഗില്ലും അദ്ദേഹത്തിന് മികച്ച പിന്തുണ നൽകിയിട്ടുണ്ടായിരുന്നു. 31 റൺസാണ് അദ്ദേഹം നേടിയത്. വിരാട് കോഹ്ലി 1 റൺസിന് പുറത്തായപ്പോൾ ശ്രേയസ് അയ്യർ പതിപോലെ അദ്ദേഹത്തിൻ്റെ മികച്ച ഫോം ഇന്നും ഫൈനലിലും ആവർത്തിച്ചിട്ടുണ്ട്. 48 റൺസാണ് ശ്രേയസ് അയ്യർ നേടിയത്. അക്സർ പട്ടേൽ 29ഉം KL രാഹുൽ 34 റൺസും എടുത്തപ്പോൾ ഹാർദിക് പാണ്ഡ്യ 18ഉം രവീന്ദ്ര ജഡേജ 9 റൺസും എടുത്ത് പുറത്താവാതെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ചാമ്പ്യൻസ് ട്രോഫിയിൽ 12 വർഷങ്ങളുടെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് കിവീസിനെ കലാശപ്പോരാട്ടത്തിൽ വീഴ്ത്തി ടീം ഇന്ത്യ വീണ്ടും ഒരു ICC കിരീടം കൂടി അങ്ങനെ സ്വന്തമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം നടന്ന T20 വേൾഡ് കപ്പും ഇന്ത്യ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. തുടർച്ചയായ 2 ICC ടൂർണമെൻറ്റുകൾ ഇന്ത്യ അങ്ങനെ കപ്പ് നേടിയിരിക്കുകയാണ്.